PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ 4 വർഷം വൈകിപ്പിച്ച സർക്കാർ മാപ്പ് പറയണമെന്ന് കെ സുരേന്ദ്രൻ. പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ കേരളം ശരിയായ നിലപാട് സ്വീകരിച്ചു. CPIയെ പിരികയറ്റി UDF പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. CPI കുരയ്ക്കും പക്ഷെ കടിക്കില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. CPIയെ പരിഹസിക്കുകയാണ് കെ സുരേന്ദ്രൻ. മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ. 4 വർഷം എന്തിനു വൈകിപ്പിച്ചു എന്ന ചോദ്യം. സർക്കാർ മാപ്പ് പറയണം. പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോൾ കേരളം ശരിയായ നിലപാടെടുത്തു. പക്ഷേ CPIയെ പിരികയറ്റി UDF പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. CPI കുരയ്ക്കും പക്ഷെ കടിക്കില്ല. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എല്ലാവരെയും ചേർത്തു പറയുന്നുണ്ട് കെ സുരേന്ദ്രൻ. അതായത് UDF CPIയെ പിരികയറ്റാൻ ശ്രമിക്കുന്നു, പക്ഷേ CPI ആകട്ടെ കുരയ്ക്കും കടിക്കില്ല. അതാണ് അവരുടെ സ്വഭാവം. അതായത് ഇങ്ങനെ വിരട്ടും, പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. മാത്രമല്ല CPM സർക്കാരും മാപ്പ് പറയണം ഈ 4 വർഷം വൈകിപ്പിച്ചതിന്. കെ സുരേന്ദ്രൻ മറ്റെന്തൊക്കെ പറഞ്ഞു? കൃഷ്ണരാജ്, കൃത്യമായി തന്നെ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതോടെ ദേശീയ വിദ്യാഭ്യാസ നയം അത് കേരളത്തിൽ നടപ്പാക്കും എന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതി 5 വർഷത്തെ പദ്ധതിയാണ്. ഇതിനോടകം തന്നെ 4 വർഷം അത് നഷ്ടമാക്കിയിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ പിണറായി വിജയനും മാപ്പ് പറയണം, പൊതുജനങ്ങളോടും ഇവിടെയുള്ള കുട്ടികളോടും മാപ്പ് പറയണമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളും ഈ PM ശ്രീ പദ്ധതി അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പോലും കേരളം അത് നടപ്പിലാക്കാൻ വിസമ്മതിച്ചു. ഏറ്റവും ഒടുവിലാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യം ഇദ്ദേഹം പറയുന്നത്, ഈ നിലവിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് ഈ LDF-ൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുണ്ട്. CPI വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ, പാർട്ടിക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്, CPI ഇത്തരത്തിൽ വിരട്ടലും വിലപേശലും ഒക്കെ നേരത്തെയും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഈ പിണറായിയുടെ മുന്നിൽ ആ വിരട്ടലും വിലപേശലും ഒന്നും നടപ്പാകില്ല എന്നാണ്. അതായത് പിണറായിയുടെ വിരട്ടലിൽ അതെല്ലാം തന്നെ CPIയുടെ എല്ലാ നിലപാടുകളും തിരുത്തപ്പെടുന്നതാണ് മുൻ ചരിത്രം. അതിവിടെയും ആവർത്തിക്കും എന്നുകൂടിയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ രാജഭരണമാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ ഈ സർക്കാർ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അത് മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന കാര്യം ചോദിച്ച സമയത്ത് പറഞ്ഞത്, ഈ കേരളത്തിൽ നടക്കുന്നത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒരു രാജഭരണമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം മുന്നണിയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നണിയിലുള്ള ആളുകൾ തന്നെ രംഗത്ത് വരുന്നത് എന്നുകൂടി കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസ് തമസ്കരിച്ച മറ്റു പല ചരിത്രവുമുണ്ട്. അതായത് ഡോക്ടർ ഹെഡ്ഗേവാറിനെ കുറിച്ച്, വീര സവർക്കറെ കുറിച്ചൊക്കെയുള്ള ചരിത്രം. ആ ചരിത്രമൊക്കെ ഇനി കേരളത്തിലെ ഓരോ പാഠപുസ്തകത്തിലും ഉണ്ടാകും. അതൊക്കെ പഠിപ്പിക്കേണ്ടി വരും കേരളത്തിൽ. അല്ലാതെ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ചരിത്രം മാത്രമല്ല, ഇവരുടെ വീരചരിത്രം കൂടി കേരളത്തിലെ പാഠ്യപുസ്തകത്തിൽ ഇനി അങ്ങോട്ടുണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഈ തന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് എന്നാണ്. എന്തായാലും CPIയെ വിമർശനം, CPIക്ക് കൃത്യമായ ഒരു വിമർശനം നൽകുന്നുണ്ട്. അതായത് CPI കുരയ്ക്കും പക്ഷേ കടിക്കില്ല എന്നാണ് ഇത്തരത്തിൽ CPMന്റെ ഇപ്പോൾ നിലപാടെടുത്തുകൊണ്ട്, ഈ സർക്കാരിനെതിരെ നിലപാടെടുത്തുകൊണ്ട് CPM രംഗത്ത് വരുന്നതിനെ കെ സുരേന്ദ്രൻ വിമർശിച്ചത്. കൃഷ്ണരാജ്, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.